നമസ്കാരം. നമുക്കറിയാം ഈ കഴിഞ്ഞ 2023 ഡിസംബറില് ഇന്ത്യൻ പാർലമെന്റില് നിയമം പാസാക്കി. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെന്റ്മെന്റ് വന്നു. അതില് 39 അമെന്റ്മെന്റ് സെക്ഷൻ 39 പറയുന്നത് ഇത്തരം പ്രശ്നക്കാരായ ആനകളെ പിടിച്ച്, അല്ലെങ്കിൽ ആനയോ ഏത് വൈൽഡ് അനിമൽ ആയിക്കോട്ടെ പിടിച്ച് കെയർ ചെയ്യാനാണ് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരും കാണുന്നില്ല. അത് കണ്ടാൽ അതിൽ മനസ്സിലാക്കും. കാരണം ഇതിലെ ഗവൺമെന്റ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 39 പറഞ്ഞിട്ടുണ്ട്. അതൊരു അമെന്റ്മെന്റ്, 4ാമത്തെ അമെന്റ്മെന്റ് ആയിട്ട് പറയും, വേർ എനി സച്ച് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ലൈവ് അനിമൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ എൻഷുർ ദാറ്റ് it should be housed or cared by the Rakhine Zoo or any other rescue center when it cannot be released in natural habitat. അത് നമ്മള് കേന്ദ്ര ഗവൺമെന്റ് വെറുതെ അത് പറഞ്ഞല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ മരണത്തിന് ഇടയാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ കെയർ ചെയ്യാനായിട്ട് അങ്ങനൊരു നിയമം പാസ്സാക്കിയത് അതിന് കാണാതെ പോകരുത്. സത്യത്തില് അങ്ങനെയുള്ള അവസരത്തില് ഇപ്പൊ നമുക്കറിയാം, ഈ ആന മോഴ ആനേനെ കർണാടകയിൽ നിന്ന് പിടിച്ചു, അത് റിലീസ് ചെയ്യാണ്. അത് NGO-കളുടെ നിർബന്ധപൂർവ്വം കഴുത്തില് റേഡിയോ കോൺക്രീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യണത്. അത് വന്ന് വേറെ അവിടെ ഒരു സ്ത്രീയെ കൊന്നതിന് ശേഷം അവിടെ പിടിച്ചതാണ്. എന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അത് വയനാട്ടിൽ ഇവിടെ വന്ന് ആളെ കൊണ്ടുവന്നു. അപ്പൊ ഇത്തരം ആനകളെ നമ്മള് പിടിച്ച് കെയർ ചെയ്യേണ്ടതിന് പകരം കാട്ടിലേക്ക് തന്നെ വീണ്ടും തള്ളിവിടുമ്പോൾ വീണ്ടും ഒരു മരണം അല്ലെങ്കിൽ മറ്റൊരു ഇൻസിഡന്റ് സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഗവൺമെന്റുകളുടെ ആവശ്യമിരിക്കുന്നത്. അവര് ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ നിയമം പാസ്സാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ആനകളെ പിടിച്ച് റെസ്ക്യൂ സെന്ററിലോ അല്ലെങ്കിൽ എവിടെയോ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്നും നമുക്കറിയാം, തൃശ്ശൂർ മേഖലയിലായാലും വയനാടായാലും ഇടുക്കിയിലായാലും എന്നും, അല്ലെങ്കിൽ പാലക്കാടായാലും എന്നും വന്യമൃഗങ്ങളുടെ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക. അതിന് വേണ്ടത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു വേദിയിലിരുന്ന് അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പൊ ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം. കാര്യത്തില് ഇത് ഒരു കുടത്തിന്റെ ഓട്ട പുറത്ത് നടത്തിയിട്ട് ഒരു കാര്യമില്ല, അത് ഉള്ളിൽ തന്നെ അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇരുന്ന് കൂട്ടായിരുന്നൊരു ചർച്ചയുടെ മാത്രം നമുക്ക് അത് കണ്ടെത്തുകയും അതിനൊരു പരിഹാരം പറഞ്ഞാൽ വരും തലമുറയ്ക്ക്, അല്ലെങ്കിൽ അത് കൂടുതൽ വന്യമൃഗങ്ങൾ എണ്ണം കൂടുമ്പോൾ കൂടുതൽ മാൻ അനിമൽ അനിമൽ കോൺഫ്ലിക്ട്, വൈൽഡ് അനിമൽ കോൺഫ്ലിക്ട് കൂടാൻ സാധ്യതയുണ്ട്. അത് കുറയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമം നമുക്ക് വേണ്ടി അനുസൃതമായ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുമുണ്ട്. അത് ആരും കാണാതെ പോരുന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.